ആദ്യം ഗായത്രി ബാബു, ഈ വിഷയത്തിൽ ഇപ്പോൾ കോർപ്പറേഷന് വീഴ്ചയുണ്ട്, ജലവിഭവ വകുപ്പിനടക്കം വിവിധ കേന്ദ്രങ്ങൾക്ക് വീഴ്ചയുണ്ട്. പക്ഷേ വീഴ്ചയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നലെ ഈ 11 മണിക്ക് ഈ സംഭവം പുറത്തറിയുകയും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് എല്ലാ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുകയും ഈ നിമിഷം വരെ ഉറക്കമൊഴിഞ്ഞ് മേയറടക്കം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ ആദ്യ മണിക്കൂർ മുതൽ ഇപ്പോൾ വരെ തുടരുന്ന സമീപനം എന്താണ്? ഇന്നലെ 11 മണി മുതൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാ വകുപ്പുകളും ഉണ്ട്. ഏറ്റവും നഗരസഭയോടൊപ്പം നമ്മൾ കാണേണ്ടുന്ന ഒന്ന് ഫയർഫോഴ്സും പോലീസും ഒക്കെയാണ്. ശരിക്കും ഈ വേദികളെല്ലാം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാനാണ്. കാരണം എത്ര പറഞ്ഞാലും അത് മതി വരില്ല. ഇപ്പം നമ്മൾ വിഷ്വൽസിലൂടെ കാണുന്ന ആളുകൾ, നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് അടക്കം ഇന്നലെ മുഴുവൻ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, മനുഷ്യർക്കാർക്കും അതിനകത്ത് ഒരു 4 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുക എന്ന് പറയുന്നത് കഴിയാത്തൊരു കാര്യം. അത് അസാധ്യമായാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഇത്ര 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട വിഭാഗമായ റെയിൽവേയുടെ സമീപനം എന്തായിരുന്നു? ഇവിടെ ഇന്നലെ മുതലുള്ള വിഷ്വൽസ് പരിശോധിച്ചാൽ തന്നെ കാണാം റെയിൽവേയുടെ ആരെങ്കിലും അതിലുണ്ടായിരുന്നോ, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത്. ADRM എന്ന പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് ഇതിലാകെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന് പുറമെ PRO എന്ന പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ അദ്ദേഹമാണ് നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെടാനുള്ള ഏക കണ്ണിയായി അവിടെ ഉള്ളത്. ADRM ഇന്നലെ വന്ന് ഒരു 15 മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു, ആ ഉദ്യോഗസ്ഥ തിരിച്ചുപോയി. ഇന്ന് മിനിസ്റ്റർ വന്നതിന് ശേഷം ADRMനെ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയുള്ളതായി നമുക്ക് തോന്നിയില്ല സംസാരത്തിൽ നിന്ന്. ടണലിനകത്തോട്ടുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ടതും അടക്കം റെയിൽവേയാണ്. അപ്പോൾ അത് ഉടനെ ചെയ്യില്ലേ എന്ന് മിനിസ്റ്റർ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ എന്തിനു ചെയ്യണം എന്നൊരു മറുപടിയാണ് തിരിച്ചുണ്ടായത്. അത് എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന്. ഗായത്രി, അങ്ങനെ ഞങ്ങൾ എന്തിനു ചെയ്യണമെന്ന് ചോദിക്കുന്നെങ്കിൽ പിന്നെ ഈ ജോയി അടക്കമുള്ള താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ട് ധനുവച്ചപുരത്തെ ഒരു ഏജൻസിക്ക് കോൺട്രാക്ട് കൊടുത്തത് ആരാണ്? റെയിൽവേ അല്ലേ? റെയിൽവേയാണ് കോൺട്രാക്ട് കൊടുത്തത്. അവർ പറയുന്നത് അവരൊരു 60 മീറ്റർ എന്തോ ക്ലീൻ ചെയ്യാൻ മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ്. അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ശരിക്കും അവർ പറയുന്നത് വിശ്വസനീയമല്ല. അങ്ങനെയാണ് കൊടുത്തതെങ്കിൽ അത് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു പ്രവർത്തനമാണ്. മാത്രമല്ല 2 ആഴ്ചയോളം അവർ ആളെ നിർത്തി ക്ലീൻ ചെയ്യിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇന്നലെ 24 മണിക്കൂറോളം നമ്മൾ പ്രവർത്തിച്ചിട്ട് എത്ര മാലിന്യം നമ്മൾ എടുത്തു എന്ന് എല്ലാവരും കണ്ടതാണ്. ഈ ആകെ 3 പേരെ, അതിനകത്ത് മനുഷ്യരായ 3 പേരെ ഇറക്കി നിർത്തി അവിടെ ഒരു സൗകര്യങ്ങളും മതിയായ ഒരു സുരക്ഷാ സൗകര്യമില്ലാതെ ഇറക്കി വിടുകയാണ് മാലിന്യ കൂമ്പാരത്തിലേക്ക്.